അനുസരിച്ച് അവരുടെ മതവിശ്വാസം എന്താണോ ആ മതവിശ്വാസം അനുസരിച്ച് ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് പല ക്ഷേത്രങ്ങളും വിട്ടുകൊടുത്തു. അതിനുശേഷം അവരെ നമ്മുടെ ആളുകളാക്കി തന്നെ, ഈ നാട്ടിലെ ആളുകളാക്കി തന്നെ, സ്വന്തം കൂടപ്പിറപ്പുകളാക്കി തന്നെ കണ്ട് ശീലിച്ച് സഹകരിച്ച് മുമ്പോട്ട് പോയപ്പം വിരുന്നു വന്നവൻ ഒരു കാലത്ത് വീട്ടുകാരനായിട്ട് മാറി, വീട്ടുകാരൻ അവൻ്റെ പുറംപണിക്കാരനായിട്ട് മാറിയ ചരിത്രമാണ് ഭാരതത്തിന് പറയാനുള്ളത്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു വന്നത് അതിഥി ദേവോ ഭവ എന്ന സിദ്ധാന്തം അനുസരിച്ച് വരുന്നവരെ എല്ലാവരെയും പൂജിച്ചിരുത്തി നീ ഹിന്ദുവായിക്കോ എന്ന് പറഞ്ഞ് ഒരാളും മറ്റൊരു മതക്കാരൻ്റെയും പുറകെ നടക്കുന്നില്ല. മറിച്ച് ഒരാളും ഹിന്ദു മതത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് നടക്കുന്നില്ല. പക്ഷെ മറിച്ച് എന്താ നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഉള്ള ഹിന്ദുവിനെ മതം മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? വെറുതെ നിലവിളിക്കുക. അതാ ഞാൻ പറഞ്ഞു, ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ, പരിഹാരം വേണ്ടേ? എല്ലാവരും പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഒരിക്കലും ക്രിസ്ത്യാനിയെയോ മുസ്ലിമിനെയോ കുറ്റം പറയില്ല. നമ്മൾ പറയും അവരതാ മതം മാറ്റുന്നു, അവർ ലവ് ജിഹാദ് ചെയ്യുന്നു. ഞാൻ പറയും അവരുടെ മിടുക്കാണ്, അതവരുടെ മിടുക്കാണ്. കാരണം നമ്മോട് സംസാരിച്ച് ഒരാൾക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് അവൻ്റെ മിടുക്കാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്? അവർക്ക് വേണ്ടുന്ന ധാർമ്മികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാത്ത നമ്മുടെ വീടിൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും കുറ്റമാണ് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും പിന്നിലെന്ന് ഞാൻ പറയും. ഒരിക്കലും കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. കാരണം അവർ ചെറിയ കുട്ടിയായിട്ട് ഈ ഭൂമിയിലേക്ക് വരുമ്പം നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, ഒരമ്മ, അതായത് സ്ത്രീ ഭാരതത്തിൽ പൂജിക്കപ്പെടേണ്ടവളാണെന്ന് പറയാൻ കാരണം നന്മയ്ക്കോ തിന്മയ്ക്കോ ആയിട്ടുള്ള ഒരാത്മാവിനെ ഈ ഇഹത്തിലേക്ക് കൊണ്ടുവരുന്ന ദൗത്യമാണ് ഒരമ്മ ചെയ്യുന്നത്. ഒരു ആത്മാവ്, പുതിയ ഒരു ആത്മാവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെ പ്രസവിക്കുക എന്ന് പറയുന്ന ഉത്തമമായ ഒരു കർത്തവ്യമാണ് ഒരമ്മ ചെയ്യുന്നത്. ആ അമ്മ, ആ കൊണ്ടുവരുന്ന ആത്മാവ് ഒരു പക്ഷോ നന്മയ്ക്കോ തിന്മയ്ക്കോ ആകാം. അവൻ ഈശ്വരൻ്റെ 33 സവിശേഷ ഗുണങ്ങളുമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് അവൻ്റെ ആ ഈശ്വരൻ്റെ 31 സവിശേഷ ഗുണങ്ങളെ അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ കൂടി, വളർന്നു വരുന്ന സാഹചര്യത്തിൽ കൂടി വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. ഒരു കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ അവൻ്റെ ആദ്യ ഗുരു അമ്മയാണ്. അമ്മയാണ് പറയുന്നത്. അമ്മ ആദ്യം പറഞ്ഞു കൊടുക്കുന്നു, ഇതാണ് അച്ഛൻ, അച്ഛാന്ന് വിളിക്ക്, ഇതാണ് അച്ഛനെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നു. ഒരു മക്കളും തൻ്റെ അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നത് DNA ടെസ്റ്റ് നടത്തിയിട്ടല്ല, മറിച്ച് അമ്മ പറഞ്ഞു ഇതാണ് അച്ഛൻ. അമ്മയെ വിശ്വാസമാണ്, അതുകൊണ്ട് ഇതാണ് അച്ഛൻ. രണ്ടാമത് അമ്മ കാക്കയെയും പൂച്ചയെയും ഒക്കെ കാട്ടിക്കൊടുത്ത് അവന് ഭക്ഷണം വാരിക്കൊടുക്കുമ്പം പ്രകൃതിയെ പരിചയപ്പെടുത്തും. അങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ അമ്മ മക്കളുടെ ഗുരുവായിട്ട് മുമ്പോട്ട് പോകുമ്പം ശരിയായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടുകളിൽ നശിച്ച സന്തതികളായിട്ട് നമ്മുടെ മക്കൾ മാറും എന്നുള്ളതിൽ യാതൊരു എന്താ പറയുക, തർക്കവുമില്ല എന്ന് വേണം പറയാൻ. നമുക്കറിയാം, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ പുരാണങ്ങൾ വായിച്ചാൽ എന്താ പറയുന്നത്, പുരാണങ്ങൾ വായിച്ചാൽ വയറ് നിറയുമോ, പുരാണ കഥകൾ കേട്ടാൽ വയറ് നിറയുമോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. പുരാണ കഥകൾ കേട്ടാൽ വയറ് നിറയില്ല. എന്തിനാ പുരാണ കാര്യങ്ങൾ കേൾക്കാൻ പറയുന്നത്? എന്തിനാണ് കഥകൾ കേൾക്കാൻ പറയുന്നത്? എന്തിനാണ് ഭാഗവത സപ്താഹം നടത്തുന്നത്? എന്തിനാണ് ഇതുപോലെയുള്ള പ്രഭാഷണ വേദികൾ നടത്തുന്നത്? ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കത്തക്ക പോലെ പറഞ്ഞാൽ, നമ്മുടെ മനുഷ്യന്മാരുടെ ആയുസ് എത്രയുണ്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വലിയ കേമന്മാരാണ്, ഞാൻ വലിയ ധനികനാണ്, ഞാൻ വലിയ എന്താ പറയുക നേതാവാണ് എന്നൊക്കെ പറഞ്ഞ്, ഞാൻ വലിയ ഫിലിം സ്റ്റാർ ആണെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ ചെന്നിരുന്ന് അല്പനിമിഷം ആലോചിക്കണം, ഞാൻ എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാകും? എന്തായാലും ഈ ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ചു വിട്ട ആ ഭഗവാൻ നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ സമയം എന്ന് പറയുന്നത്, നീ ഇത്ര ശ്വാസോച്ഛ്വാസം ചെയ്യണം, നീ ഭൂമിയിൽ ഇത്ര ശ്വാസോച്ഛ്വാസം ചെയ്യണം, അതിനുശേഷം തിരിച്ചു പോരണം എന്നാണ് ഭഗവാന്റെ നിശ്ചയം. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു 80 വയസ്സാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്നിരിക്കട്ടെ,
അതിൽ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 29,000 ശിഷ്ടം ദിവസങ്ങളാണ് നമുക്ക് ഈ ഭൂമിയിൽ. 30,000 തികച്ചില്ല, 29,000 ശിഷ്ടം ദിവസങ്ങളാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്നത്. കവി പൂന്താനം പറയുന്നത് പോലെ അതിൽ പകുതി ദിവസം നമ്മൾ ഉറങ്ങിത്തീർക്കും, പകുതി സമയം നമ്മൾ ഉറങ്ങിത്തീർക്കും. പിന്നെയോ ഒരു 10 വയസ്സ് വരെ നമ്മൾ കുട്ടികളാണ്. 70 വയസ്സിനു ശേഷം യാതൊരു അസുഖവും ഇല്ലെങ്കിലും നമ്മൾ പറയും ഞാൻ പ്രായമായി, ഇനി എനിക്ക് എന്നെയും കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് സ്വയം റിട്ടയർമെൻ്റ് എടുക്കും. 70 വയസ്സിന് ശേഷം നമുക്ക് ഒരു ശാരീരിക ബുദ്ധിമുട്ടും കാണില്ല. പക്ഷെ നമ്മളെന്ത് പറയും, എനിക്ക് പ്രായമായി, എനിക്കിനി ഒന്നും വയ്യ, നിങ്ങൾ പിള്ളേരല്ലേ, നിങ്ങളൊക്കെ ചെയ്യെന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് കയറിയിരുന്ന് വീട്ടിലുള്ളവർക്ക് ശല്യം ഉണ്ടാക്കി, കൊച്ചുമക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, മരുമക്കളെ പ്രാഗിയളച്ച് ഒടുവിൽ അവസാനം അവർ പറയും ഈ സാധനം ഒന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിലെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കും. ഉള്ള സമയം സമാജത്തിലിറങ്ങി 70 വയസ്സ് വരെ ജീവിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് സമാജത്തിലെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, നീ ചെയ്യുന്നത് തെറ്റാടാ, ഇതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്ന് വീട്ടുകാർക്ക് കിട്ടാവുന്ന ബദ്ധപ്പാടുകളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഈ കോമഡി കലാകാരന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ റോഡിൽ കൂടെ ആക്രി പറക്കുകാർ പോവും. നിങ്ങൾ അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ആക്രി പറക്കുകാർ, ഈ പഴയ സാധനങ്ങൾ എടുക്കുന്നവരും. അപ്പം ആക്രി ഉണ്ടോ എന്ന് വിളിച്ചോണ്ട് ചോദിച്ചു പോകും. അപ്പം നമ്മുടെ കൊച്ചുമക്കൾ അവിടെ ഇരുന്ന് പറയും ഉണ്ട്, ഇനി വാ ദേ ഇവിടെ 2 ഇരിക്കുന്നു, കൊണ്ടോ, വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകട്ടെ എന്ന് പറയും. ആ തരത്തിൽ ഉണ്ടാക്കല്ലേ എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതെല്ലാം ഈ 10 വയസ്സ് വരെയുള്ള സമയം, ഈ ജീവിതത്തിൻ്റെ 70 വയസ്സിന് ശേഷമുള്ള സമയം, അതേപോലെ ഈ ഉറങ്ങിത്തീർക്കുന്ന സമയം എല്ലാം കൂടെ കൂട്ടിക്കിഴിച്ചു വരുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്ന സമയമെന്ന് പറയുന്നത് വെറും 11,000-ഓളം അടുത്ത ദിവസങ്ങൾ മാത്രമാണ്. 11,000 ദിവസമില്ല, 11,000-ഓളം അടുത്ത ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്. ഈ 11,000 ദിവസം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എത്രത്തോളം പൈസ ഉണ്ടാക്കാം, അയൽവക്കക്കാരന് എത്രത്തോളം പാര പണിയാം, ആരെയൊക്കെ ദ്രോഹിക്കാം എന്നൊക്കെ ചിന്തിച്ച് ഗവേഷണം നടത്തി നമ്മൾ പോകും. ഇഷ്ടം പോലെ പൈസ വാരിക്കൂട്ടും. രാമായണത്തിലൊരു കഥയുണ്ട്, കബന്ധൻ്റെ കഥ. ആ കബന്ധൻ്റെ പ്രത്യേകത എന്താ? കബന്ധന് തലയില്ലാത്തത് കൊണ്ട് തന്നെ കബന്ധന് കണ്ണോ ചെവിയോ ഒന്നുമില്ല. അതുകൊണ്ട് എന്താ, കബന്ധന് വലിയ 2 കൈകൾ ഭഗവാൻ കൊടുത്തു. എന്തിനാ? ഒന്നും കാണണ്ട, പക്ഷേ ചുറ്റുമുള്ളതിന് എല്ലാം ഇങ്ങനെ വാരി പിടിച്ചോളാൻ. അഭിനവ കബന്ധന്മാരാണ് നമ്മൾ. എത്ര കിട്ടിയാലും തികയാത്ത, ഇനിയും വേണം 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 എന്ന് പറഞ്ഞ് എത്ര കിട്ടിയാലും തികയാതെ എല്ലാം സമ്പാദിച്ചു കൂട്ടി 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 വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ക്ഷേത്രത്തിന് ശ്രീകോവിൽ പണിയാൻ 10 കോടി കൊടുക്കും. ഒരു എന്താ പറയുക, ഹോസ്പിറ്റലിൽ കിടന്ന് മരണശ്വാസം വലിക്കുന്ന ഒരു സഹോദരൻ വന്ന് ചോദിച്ചാൽ 10 പൈസ കൊടുക്കില്ല. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഭഗവാന് നമ്മുടെ പൈസയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ആളുകൾ അമ്പലത്തിലേക്ക് പോകുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ പലചരക്ക് കടയിലേക്ക് പോകുമ്പോഴാണ്. അവിടേക്ക് ചെന്നിട്ട് ഭഗവാനോടൊരു ലിസ്റ്റ് അങ്ങ് അവതരിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ച് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ലാസ്റ്റിൽ പറയുന്നൊരു കാര്യം ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ നമ്മളത് ചില്ലറ മാറിയിട്ട് 10 രൂപയാക്കും. ആക്കിയിട്ട് ആ 10 രൂപ എടുത്തിട്ട് ഭഗവാനെ കാണിച്ചിട്ട് പറയും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിച്ച് തരാമെങ്കിൽ ഇത് തരാമെങ്കിലേ ഉള്ളൂ, തന്നില്ലെങ്കിൽ ഇല്ല. അതുകൂടെ ഓർത്തോണം. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്ക് സാധിച്ച് തരാമെങ്കിൽ ഈ 10 രൂപ നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞ് പോക്കറ്റിലിട്ടോണ്ട് പോകും. പക്ഷെ നമ്മൾ കേൾക്കത്തില്ല. അകത്തിരുന്ന് അദ്ദേഹം പറയും മനസ്സില്ല. മനസ്സില്ല. അപ്പോൾ ഭഗവാൻ ഒരു ചിരി കൂടെ ചിരിക്കും. എല്ലായ്പ്പോഴും ഭഗവാൻ ചിരിക്കില്ല, പക്ഷെ ആ സമയത്ത് ഭഗവാൻ ചിരിക്കും. എന്തിനാണെന്നറിയാമോ? ഭഗവാൻ നമ്മളോട് ചോദിക്കും, എടാ നിന്റെ കയ്യിൽ 100 രൂപ വെച്ച് തന്നത് ഞാൻ അറിയാതെ നിന്റെ കയ്യിലേക്ക് 100 രൂപ വരില്ല. ആ 100 രൂപ ഞാൻ നിന്റെ കയ്യിലേക്ക് വെച്ചു തന്നപ്പോൾ അത് ചില്ലറ മാറി 10 രൂപ എടുത്തുകൊണ്ട് നീ എനിക്ക് എന്താ പറയുന്നത്, സർക്കാർ ഓഫീസിൽ പോയിട്ട് ഈ പറയുന്ന കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാൻ വന്നിരിക്കുന്നോ എന്ന് ഭഗവാൻ ചോദിക്കും. ഈ സർവ്വചരാചരങ്ങളുടെയും അധിപനായിട്ടുള്ള, സർവ്വസ്വത്തുക്കളുടെയും അധിപനായിട്ടുള്ള ശ്രീ ഭഗവാൻ
മനസ്സിലായി വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ് അവർ സ്വന്തം കുഞ്ഞിനോട് ഈ ക്രൂരകൃത്യം ചെയ്ത കഥ അവർ പറയുന്നത്. ഓർത്തു നോക്കൂ, അത്തരത്തിലുള്ള അമ്മമാരുടെ നാടായിട്ട് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള അമ്മമാർക്ക് എങ്ങനെ ഒരു നല്ല സന്തതി ഉണ്ടാകും? പിന്നെ എങ്ങനെയാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം കിട്ടുക? മതപാഠശാലയിൽ കുഞ്ഞുങ്ങളെ വിടണം, അല്ലെങ്കിൽ ബാലഗോകുലത്തിൽ വിടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആളുകൾ പറയും അവർക്ക് 300 കൂട്ടം ക്ലാസ്സുകളുണ്ട്, ട്യൂഷനുണ്ട്, വയലിനുണ്ട്, ഗിറ്റാറുണ്ട്, ഡാൻസ് ഉണ്ട്. ഞായറാഴ്ച ഒരു ദിവസമാണ് അവർക്ക് സമയം കിട്ടുന്നത്, അവരൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് നമ്മുടെ അമ്മമാർ പറയും. ഒന്ന് ഓർക്കുക, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇതുപോലെയുള്ള വേദികളിലേക്ക് നിങ്ങളുടെ മക്കളുടെ കയ്യും പിടിച്ചു വന്നില്ല എങ്കിൽ നാളെ എന്താ സംഭവിക്കുക എന്ന് നമുക്കും പറയാൻ പറ്റില്ല. കാരണം ഈ ഞായറാഴ്ച ഒരു ദിവസമേ ഉള്ളൂ എൻ്റെ മക്കൾ ഉറങ്ങിക്കോട്ടെ എന്ന് അമ്മമാർ സുമിത്രാദേവിയുടെ പ്രത്യേകത, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അമ്മയെക്കാട്ടിൽ സുമിത്രാദേവിക്കുള്ള പ്രത്യേകത എന്തേ എന്ന് ചോദിച്ചാൽ, സുമിത്രയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് വനത്തിനുള്ളിലേക്ക് തൻ്റെ ജ്യേഷ്ഠനൊപ്പം താനും പോകുകയാണെന്ന് ഈ സുമിത്രയോട് പോലും ആലോചിക്കാതെ ലക്ഷ്മണകുമാരൻ വന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഞാനും നിങ്ങളുമാകുന്ന അമ്മമാരും എന്താ പറയുക എന്നറിയുമോ? നമ്മൾ പറയും, എടാ ചെറുക്ക, നീ നിന്റെ പാടുവല്ലോ നോക്കിക്കോണം, അവൻ പോകുന്നത് അവൻ്റെ വിധിയാണ്, അവൻ എത്ര വർഷമാണെന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ, നീ ഇവിടെ നിന്നിട്ട് നീ എന്ത് ചെയ്യണം? ആ ഭരതൻ താമസിയാതെ ചക്രവർത്തിയാകും. അപ്പോൾ ആ ഭരതൻ്റെ ഒരു മന്ത്രിസ്ഥാനമെങ്കിലും നിനക്ക് കിട്ടും. തരം കിട്ടുമ്പം ഭരതൻ്റെ കാലേവാര് നിലത്തടിച്ചിട്ട് അയോധ്യയുടെ ചക്രവർത്തിയാകാൻ നോക്കട കൊച്ചേന്ന് ഇന്നത്തെ സുമിത്രമാരാണെങ്കിൽ പറഞ്ഞു കൊടുക്കും. അതിന് പകരം രാമായണത്തിലെ വാത്മീകി നമുക്ക് നമ്മുടെ മുമ്പിലേക്ക്, കലിയുഗത്തിലെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തന്നിരിക്കുന്നു, സുമിത്രാദേവിയെ നീ ഇതേപോലെയുള്ള അമ്മയാക്. എന്താ കാരണം? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ, മാം വിദ്ധി ജനകാത്മജ, മാം വിദ്ധി ജനകാത്മജ. അത് കലിയുഗത്തിലെ മനുഷ്യരെ നോക്കി, കലിയുഗത്തിലെ ജനങ്ങളോടാണ് ഈ സുമിത്രാദേവിയെ കൊണ്ട് വാത്മീകി മഹർഷി അത് പറയിപ്പിച്ചത്. എന്നെപ്പോലെ കാണ് സുമിത്ര, എന്നെപ്പോലെ കാണ് ജനകാത്മജയെ. സീതാദേവി നിന്റെ ജ്യേഷ്ഠത്തിയാകാം. 10 25 വയസ്സുള്ള 2 ചെറുപ്പക്കാരുടെ ഒപ്പം 18 വയസ്സുള്ള ഒരു പെൺകുട്ടി വനത്തിനുള്ളിലേക്ക് പോകുമ്പം അത് ജ്യേഷ്ഠന്റെ പത്നിയാകട്ടെ, അമ്മയാകട്ടെ, ആരുമാകട്ടെ, ഒരു മനുഷ്യന്റെ മനസ്സ് ചഞ്ചലപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സീതയെ നീ അമ്മയായി കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. സ്വന്തം കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും കൂട്ടത്തിലുള്ളവരെയും അമ്മയെപ്പോലെ കാണ്, സഹോദരിമാരായിട്ട് കാണ്. കൂടെ പഠിക്കുന്ന കുട്ടികളെ കൂടപ്പിറപ്പിനെ പോലെ കാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ഇന്ന് ഒരു കുട്ടിക്കും, ഒരാൺകുട്ടിക്കും തൻ്റെ കൂടപ്പിറപ്പിൻ്റെ, അതല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരിയുടെ ചേലത്തുമ്പിൽ കാമവെറിയോടെ പിടിക്കുവാൻ സാധിക്കില്ല. ഇവിടെ സുമിത്രമാരെ പോലെ ഉള്ള അമ്മമാരുണ്ടാകണമെങ്കിൽ എന്താ വേണ്ടത്? രാമായണത്തിന് അതിന് തക്ക പ്രചാരം ലഭിക്കണം. ഇതേപോലെയൊക്കെയുള്ള വേദികൾ സംഘടിപ്പിക്കുമ്പം മക്കളെ കൂട്ടി നിങ്ങൾ വന്നിരുന്ന് കേൾക്കണം. നിങ്ങൾക്കറിയാമായിരിക്കും, പത്തനംതിട്ടയിൽ വളരെ വലിയ ഒരു ഹിന്ദുമത സമ്മേളനം നടക്കും. ഏഷ്യയിലെ തന്നെ നമ്പർ 1 ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം. ആ സമയത്ത് തന്നെ അപ്പുറത്ത് മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്ന ക്രിസ്തുമതത്തിൻ്റെ ഒരു സമ്മേളനവും നടക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, രാപ്പകല് 24 മണിക്കൂറും ക്രിസ്തുമത സമ്മേളന വേദിയിൽ നിറഞ്ഞു കവിഞ്ഞു കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനിരിക്കും. ഇപ്പുറത്ത് ചെറുകോൽപ്പുഴയിലെ സമ്മേളന വേദിയിൽ കൂടി വന്നാൽ 200 പേര് കാണും. ഇപ്പുറത്ത് വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള കച്ചവടക്കാർ വന്ന് നിരന്നിരിപ്പുണ്ടാകും. അവരുടെ അടുത്ത് കാണും മുഴുവൻ ഹിന്ദു സമാജവും. ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി. 1,00,000 പേരും 80,000 പേരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ആ പരിപാടിയിൽ
സത്യം പറയണമെങ്കിൽ ഈ വേദിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ സദസ്സിലുള്ള ഹിന്ദു സമാജത്തെ കണ്ടിട്ട് ഞാൻ അമ്പരക്കുകയാണ്. എങ്ങനെയാണ് ഹിന്ദു സമാജത്തിൻ്റെ നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കുക, എങ്ങനെയാണ് എമ്പുരാൻ പോലെയുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുക എന്ന് മാത്രം ചിന്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കഥ നിങ്ങൾ പഞ്ചതന്ത്രത്തിൽ കേട്ട് കാണും. ഒരു കഴുതയോട് ഒരു ദിവസം ഈ കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹം ഈ കൂടുതൽ വയസ്സനായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് സിംഹത്തിന് ഇര തേടി പിടിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യമില്ലാതെ വന്നു. അപ്പം സിംഹം കുറുക്കനെ വിട്ടിട്ട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, വല്ലതും കൊണ്ടെത്താ എന്ന് പറഞ്ഞ് കുറുക്കനെ വിട്ടു. കുറുക്കൻ ഈ കഴുതയോട് വന്ന് പറഞ്ഞു, കാട്ടിലെ സിംഹം നിന്നെ രാജാവാക്കാൻ ആഗ്രഹിക്കുന്നു, വരൂ, വന്നു രാജാവാകൂ എന്ന് കുറുക്കൻ ഈ കഴുതയോട് പറഞ്ഞു. ഈ കഴുത രണ്ടിലൊന്നും ആലോചിക്കാതെ നേരെ സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. സിംഹം കണ്ടപാടെ ഈ കഴുതയുടെ മേലെ ചാടി വീണു, രണ്ട് ചെവിയും കടിച്ചങ്ങനെ പറിച്ചു തിന്നു. പക്ഷെ എങ്ങനെയോ കഴുത രക്ഷപ്പെട്ടു കഴുത ഓടിപ്പോയി. പക്ഷെ പിറ്റേ ദിവസവും കുറുക്കൻ ചെന്നിട്ട് പറഞ്ഞു, ചങ്ങാതി, നീ എന്ത് പരിപാടിയായി കാണിച്ചത്? രാജാവാകാൻ വേണ്ടിയിട്ട് കിരീടം വെക്കുമ്പോൾ നിന്റെ ചെവി അവിടെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ്, അതിനാ തിരുമേനി ആ ചെവി കടിച്ചു പറിച്ചു തിന്നത് എന്ന് പറഞ്ഞപ്പം കഴുത വീണ്ടും ചെന്നപ്പോൾ ഈ കഴുതയുടെ വാലാണ് സിംഹത്തിന് കിട്ടിയത്. വാല് കടിച്ചു തിന്നപ്പോൾ വീണ്ടും വെപ്രാളപ്പെട്ട് കഴുത ഓടിയപ്പോൾ പിറ്റേ ദിവസവും ഈ ജീവനും കൊണ്ട് ഓടിയ കഴുതയുടെ അടുത്തേക്ക് കുറുക്കൻ ചെന്നിട്ട് പറഞ്ഞു, താൻ എന്തായി ചെയ്യുന്നത്? സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ വാലൊരു തടസ്സമാണ്, അതുകൊണ്ടാണ് വാല് കടിച്ചു തിന്നതെന്ന് പറഞ്ഞപ്പം മൂന്നാമത്തെ ദിവസവും 2 ദിവസം കിട്ടിയ ആക്രമണങ്ങൾ മറന്നു പോയിട്ട് ചക്കര വർത്തമാനത്തിൽ ലയിച്ചിട്ട് ഈ കഴുത നേരെ ചെന്നു. സിംഹം ചാടി വീണതിൻ്റെ കഥ കഴിച്ചു. അതാ ഈ കഴുതയാ ഹിന്ദുമതം, ഈ കഴുതയാ ഈ നമ്മുടെ സമാജം. അടിക്കടി ആപത്തുകൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പം നിന്റെ നേരെ ആപത്തുകൾ വരുന്നു എന്ന് ഓരോരുത്തരും വിളിച്ചു പറയുമ്പം ഞാനിതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നമ്മെ ആക്രമിക്കുവാൻ വരുന്നവൻ്റെ പക്ഷം ചേർന്ന് നിന്ന് അവൻ്റെ പക്ഷം ചേർന്ന് സമാജത്തെ ആക്രമിക്കുവാനും രാജ്യത്തെ ആക്രമിക്കുവാനും ഒരുമ്പെടുന്നവൻ്റെ നാടായിട്ടും നമ്മുടെ നാട് അധപ്പതിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും മനസ്സിലാക്കണം, നമ്മുടെ മക്കളോട് മുരുകൻ കാട്ടാക്കടയുടെ 2 വരികൾ മാത്രം പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുക. സമയമില്ല എന്നറിയാം, ഞാൻ നിർത്തുകയാണ്. എങ്കിലും മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയുണ്ട്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി, ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടില്ലുണ്ണി, ചിറകുവെന്ത് കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടല്ലുണ്ണി. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഈ നാടിൻ്റെ ആത്മാവായ ഹിന്ദുമതം ഇവിടെ വേണം. ലോകത്തിന് നേർവഴി നയിക്കുവാൻ, ലോകത്തിന് അറിവ് പകരുവാൻ. സനാതനധർമ്മം നശിക്കുവാൻ പാടില്ല. സനാതനധർമ്മം അടുത്ത തലമുറയ്ക്ക് വെച്ചു മാറേണ്ട കാവലാളുകളാണ് നാം. അടുത്ത തലമുറ നമ്മോട് ചോദിക്കും, എന്തുകൊണ്ട് ഈ പരമപവിത്രമായിട്ടുള്ള ഈ സമാജത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നില്ല എന്ന് നമ്മുടെ നേരെ നമ്മുടെ മക്കൾ വിരൽ ചൂണ്ടി ചോദിക്കുന്നൊരു കാലം വരും. സഹോദരിമാരെ, സഹോദരന്മാരെ, അതിനിടവരുത്താതെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം നമ്മുടെ ഈ പാരമ്പര്യത്തെ, നമ്മുടെ ഈ പൈതൃകത്തെ. നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിധി പോലെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് നാം. ഇല്ല എന്നുണ്ടെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, 100 വർഷം കഴിയുമ്പോൾ ഭാരതത്തിൽ ഒരു എക്സിബിഷൻ നടക്കും. അന്ന് ആ എക്സിബിഷൻ ഹാളിലേക്ക് തൻ്റെ മകൻ്റെ കയ്യും പിടിച്ചുകൊണ്ടൊരച്ഛൻ കയറി വരുമ്പം ഒരു കണ്ണാടിക്കൂട്ടിനുള്ളിലെ അസ്ഥികൂടം കാണിച്ചു കൊണ്ടവൻ ചോദിക്കും, ഇതെന്താണച്ഛാ എന്ന് ചോദിക്കുമ്പം അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കും, 100 വർഷം മുമ്പ് ഇവിടെ പ്രബലമായ ഒരു സമാജമുണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് ഈ രാഷ്ട്രം അറിയപ്പെട്ടത്, ഹിന്ദുവെന്ന് പറയും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്താ? നട്ടെല്ലില്ലാത്തത് കൊണ്ട് ആ സമാജം ഇല്ലാതായിപ്പോയി. അവസാനത്തെ ഹിന്ദുവിൻ്റെ അസ്ഥികൂടമാണ് മോനെ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള അവസ്ഥയുണ്ടാകും. അതുണ്ടാകാതിരിക്കട്ടെ. എന്നെ ഈ പൂജിതമായിട്ടുള്ള ഈ പരമ എന്താ പറയുക സിദ്ധിവിനായകൻ്റെ മണ്ണിലേക്ക്, ശ്രീ മഹാദേവൻ്റെ മണ്ണിലേക്ക്
ഈ പറയുന്ന കാസർഗോഡിൻ്റെ മണ്ണിലേക്ക് ഒരവസരം തന്നു ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളോട്. നിങ്ങളെ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവരുടെയും കുടുംബം ഐശ്വര്യപൂർണ്ണമാകട്ടെ. എൻ്റെ വാക്കുകൾ ചക്രപാണിയായ ശ്രീ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൂജാമലരുകളായി ഞാൻ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.